പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഫെബ്രുവരി മാസം 12 ബുധനാഴ്ച. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക്. രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയെ കേട്ട് ഉണരാനും കഴിയണതും പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം തുടങ്ങണതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്, പ്രൊട്ടക്ഷനാണ്, ശരിക്കും ഒരു സംരക്ഷണമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. കർത്താവെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടയനായതിനാൽ എനിക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല, എനിക്ക് അപകടം ഉണ്ടാകത്തില്ല. കർത്താവ്, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അരുളി ചെയ്ത വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശാന്തമായ ജലാശയത്തിലേക്കാണ് നീ നിൻ്റെ ആടുകളെ മേയ്ക്കുന്നത്.
ഇളകാത്ത, ഓളമില്ലാത്ത, കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത്. ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത്, ചീത്തനും തുമ്മലും ഉണ്ടാവരുത്. അത് സ്വസ്ഥവും സമാധാനമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ നിൻ്റെ സ്നേഹത്തെ സങ്കീർത്തനം വർണ്ണിക്കണത്. ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം കർത്താവേ. അങ്ങയുടെ മക്കളുടെയൊക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ് കർത്താവേ. പുറകിൽ കണ്ണില്ലാത്ത ഇടയൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പട്ടികൾ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അവിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റെത് വഴിക്കണ്ണ് മാത്രമല്ല, പിൻകണ്ണാണ് നീ. 2 കണ്ണുകൾ, 2 നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ. കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല, അതിൻ്റെ കൃപയിലാണ്. അത് നോട്ട് ബൈ മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസാണ് കർത്താവ്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവ് ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ കർത്താവ്. അത് നിൻ്റെ വാഗ്ദാനമാണ് ഈശോയെ. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര, ജോലി, താമസം, ക്രയവിക്രയം, എഴുത്ത്, പരീക്ഷ, പഠനം, സംസർഗം, തീരുമാനം, ചർച്ചകൾ, തീരുമാനം നടപ്പിലാക്കുന്നത്, ആശുപത്രിയിലുള്ള പോക്ക്, ആശുപത്രി കിടപ്പ്, രോഗത്തിൻ്റെ ചികിത്സ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോണതും സൂപ്പർ മാർക്കറ്റിൽ പോണതും കടയിൽ പോണതും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 11 ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ സംരക്ഷണത്തെ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് നിർത്തി ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതായത് എന്താണെന്നറിയാവോ? ഒരു പ്രത്യാശയാണ്. കാരണം ഈ ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്. യോഹന്നാൻ 10:4 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് ആലയ്ക്ക് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പം മുമ്പേ നടക്കുമ്പോൾ ആടിൻ്റെ പുറകിലുള്ളത് എന്താ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. അവിടെ ഒരു നന്മയെന്ന് പറയണത് എന്താണ്? ഗുഡ്നസ്, ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമത്തേത് എന്താണ്? കാരുണ്യം. കാരുണ്യം എന്ന് പറയണത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം. അത് വാഗ്ദാനമാണ്, ഒരു പ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ. നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുക. അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ്? ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. രക്ഷാകരമായ ഫോർമുലയാണത്. എന്താണ്? നോട്ട് ബൈ എഫേസ്യൻസ് 2:8 എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല. കാര്യം നമ്മളുടെ ഒരു മെറിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്. ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം. അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല, കണ്ണടയുന്നവരെയാണ്, ജീവിതകാലം മുഴുവനുമാണ്. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം. സങ്കീർത്തനം പറയുവേ, അതായത് യജമാനൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാസന് അങ്ങയുടെ മേല് ദാസൻ തൻ്റെ മേല് കാരുണ്യം ചൊരിയുവോളോ. 123-ാം സങ്കീർത്തനമാണ് 2-ാം വാക്യം.
ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ, സ്വാമിനിയുടെ കൈകളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാവോ, അത് ഭയങ്കര ഭയങ്കര നോക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്, അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ്. ഇതങ്ങനെയല്ല. നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും. അതുകൊണ്ട് നീ മാത്രമേ കരുണ കാണിക്കാനുള്ളൂ. നിൻ്റെ കരുണയിലെ എനിക്ക് വിശ്വാസമില്ലോ, നീ കാണിച്ചില്ല, ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസൻ്റെ മേൽ കരുണ തോന്നുവോളൂ യജമാൻ്റെ കണ്ണ് കൈകളിലേക്ക് എന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന്. എന്തൊരു വല്ലാത്ത വർത്തമാനമാണത്. പിന്നെ ഏത് യജമാനാണ് ഈ ദാസനെ കാണാതെ പോണത്? അവന് ഇൻ്റർവെല്ലില്ലല്ലോ. കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും കുർബാനയും കുമ്പസാരമൊക്കെ നടന്ന് പിന്നെ 6 മാസം പിന്നെ പോകത്തില്ല. അതല്ലേ ആൾക്കാർ. ഇതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല. പല ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് ഇങ്ങനെ. 90% ആൾക്കാർ പണിമണികൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാം, ഓടടുത്തമ്മ ആളറിയാവുന്ന അപ്പം പറയും. ഇവൻ ഈ ഇളക്കം ദൈവികമായ ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടും പോവും, പിന്നെ അടുത്ത 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത്. ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺസെൻസ്. ഇവിടെ എന്താ പറയണത്? സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്ത് ചെയ്യും? യജമാന് കരുണ തോന്നുകയുള്ളൂ. യജമാൻ്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ, അന്ന് വരെ ഞാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിണി കിടക്കും. അല്ലാതെ വല്ലയിടത്തും പോയി നോക്കത്തില്ല. വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നല്ല ആസ്തി വിശ്വസ്തത ഉണ്ടാകാൻ, കർത്താവിനെ ഇതിനെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.